മാന്യപ്രേക്ഷകർക്ക് ശാലോമിലേക്ക് സ്വാഗതം. ക്രിസ്തുമസിൻ്റെയും പുതുവത്സരത്തിൻ്റെയും ഈ കാലഘട്ടത്തിൽ ശാലോം നിങ്ങളുടെ മുൻപിലേക്ക് മനോഹരമായ ചില ക്രിസ്തുമസ് ഗാനങ്ങളുമായിട്ട് കടന്നു വരികയാണ്. അതിനുവേണ്ടി 2012, 2013 ഇന്ത്യൻ വോയിസ് വിന്നർ സെലിൻ ഷോജി നമ്മളോടൊപ്പം ചേരുകയാണ്. സെലിൻ, ശാലോമിൻ്റെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. സെലിൻ, ക്രിസ്തീയ ഭക്തിഗാന മേഖലയിൽ ഒത്തിരിയേറെ അവസരങ്ങൾ കിട്ടിയിട്ടുള്ള ഒരു വ്യക്തിയാണ് അല്ലേ? ഒത്തിരി അവസരങ്ങൾ കിട്ടിയിട്ടുണ്ട്. ദൈവത്തിന്റെ കൃപ കൊണ്ട് എനിക്ക് ഈ ചെറിയൊരു കാലയളവിൽ തന്നെ എനിക്ക് വളരെ നല്ല മ്യൂസിഷ്യൻസിനോട് വർക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു വെച്ചാൽ. തീർച്ചയായിട്ടും സെലിൻ, നമ്മൾ ക്രിസ്തീയ ഭക്തിഗാനങ്ങളിൽ പ്രത്യേകിച്ച് കരോൾ ഗാനങ്ങളിലേക്ക് പോയാൽ ഏറ്റവും കൂടുതൽ മനുഷ്യർ ഓർത്തിരിക്കുന്ന ഒരു കരോൾ ഗാനം ഏതായിരിക്കും? സെലിൻ എന്ത് തോന്നുന്നു? സൈലന്റ് നൈറ്റ് ആണ്. സൈലന്റ് നൈറ്റ് ആണ്. സൈലന്റ് നൈറ്റ് എന്ന ഗാനത്തിന്റെ പിന്നിൽ ഒരു കഥയുണ്ട്, ഒരു സ്റ്റോറിയുണ്ട്. 1818 ഓസ്ട്രിയയിലെ ജോസഫ് മോർ എന്നൊരു വൈദികനാണ് ഇത് എഴുതിയത്. അതിന്റെ പിന്നിൽ ഒരുപക്ഷെ മലയാളികൾക്കൊക്കെ ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ള ഒരു കഥയുണ്ട്. കാരണം വെള്ളപ്പൊക്കം ഉണ്ടായിട്ട് ഈ പള്ളിയിൽ വെള്ളം കയറി കഴിഞ്ഞപ്പോൾ അതിലെ പിയാനോ വെള്ളം കയറി നശിച്ചു പോയി. അപ്പോൾ ക്രിസ്മസ് കാലഘട്ടം വരുന്നു. അദ്ദേഹത്തിന് ക്രിസ്മസിന് പാടാൻ ഒരു ഗാനം വേണം. പിയാനോ കേടായിപ്പോയി. അപ്പോൾ ജോസഫ് മോർ എന്ന ഈ വൈദികൻ ജർമ്മൻ ഭാഷയിലാണ് ഇത് ആദ്യമായിട്ട് എഴുതുക. ജർമ്മൻ ഭാഷയിൽ ഈ ഗാനം എഴുതുകയും തൊട്ടടുത്ത സ്കൂളിലെ ഗിറ്റാറിസ്റ്റ് ആയിട്ടുള്ള ഫ്രാൻസ് സേവിയർ ഗ്രബോർഗ് എന്ന് പറയുന്ന വ്യക്തിയുടെ അടുത്ത് ഈ വരികളുമായിട്ട് ചെല്ലുന്നു. അദ്ദേഹം ഗിറ്റാറിലാണ് ഈ ഗാനം ചിട്ടപ്പെടുത്തുക, സൈലന്റ് നൈറ്റ് എന്ന ഗാനം. പിന്നീടത് 100ഓളം ഭാഷകളിലേക്ക് മൊഴിമാറ്റം ചെയ്യപ്പെട്ടു. ലോകം മുഴുവൻ ഒരുപക്ഷെ ജാതി മത ഭേദമന്യേ പാടുന്ന ഒരു ഗാനമാണിത്. അതെ, ക്രിസ്മസ് ആവുമ്പോൾ തന്നെ നമുക്ക് എവിടെയെങ്കിലൊക്കെ ഒരു പാട്ട് നമ്മൾ കേൾക്കാതിരിക്കില്ല. നമുക്ക് ആ ഗാനം ഒന്ന് പാടി നോക്കിയാലോ? സൈലന്റ് നൈറ്റ്. തീർച്ചയായിട്ടും. Silent night, holy night, all is calm, all is bright, round yon virgin mother and child, holy infant so tender and mild, sleep in heavenly silent night, holy night, shepherds quake at the sight, glory stream from heaven afar, heavenly hosts sing Alleluia, Christ the Savior is born, Christ the Savior is born. Silent night, holy night, Son of God, love's pure light, radiant beams from thy holy face, with the dawn of redeeming grace. Jesus, Lord, at thy birth, Jesus, Lord, at thy birth. Silent night, holy night, all is calm, all is bright, round yon virgin mother and child,
so tender and mild. Sleep in heavenly peace. Sleep in heavenly peace. തീർച്ചയായിട്ടും അവൻ പിറന്ന സമയത്ത് എല്ലാം ശാന്തവും മനോഹരവുമായിരുന്നു. അതെ. ക്രിസ്മസിന് സന്ദേശം അത് തന്നെയാണ്, ശാന്തിയും സമാധാനവും. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. സെലിൻ, മലയാളത്തിലെ ഏറ്റവും മനോഹരമായ ക്രിസ്തീയ ഭക്തിഗാനങ്ങളിലേക്ക് വന്നാൽ നമുക്കൊരിക്കലും നിഷേധിക്കാൻ കഴിയാത്ത ഒരു പേരാണ് തരങ്കിണി മ്യൂസിക് കമ്പനി. അതെ അതെ. 1980 യേശുദാസിനാൽ സ്ഥാപിക്കപ്പെട്ട തരങ്കിണി ഒരുപാട് മനോഹരമായ ഗാനങ്ങൾ അവർ ഈ ക്രിസ്തീയ ലോകത്തിന് സംഭാവന ചെയ്തിട്ടുണ്ട്. 1983 സ്നേഹപ്രവാഹം എന്ന മ്യൂസിക് ആൽബത്തിലൂടെ നമുക്ക് സുന്ദരമായി കിട്ടിയിരിക്കുന്ന ഒരു ഗാനമാണ് പൈതലാം യേശുവേ എന്ന ഗാനം. അത് ആരാണ് പാടിയിരിക്കുന്നതെന്ന് പറയേണ്ട കാര്യമില്ല, സെലിനറിയാം. ചേച്ചിയാണ് പാടിയിരിക്കുന്നത്. ഒരുപാട് സ്റ്റേജുകളിൽ ചിത്ര ചേച്ചി എന്നെ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് വലിയൊരു ബ്രേക്ക് തന്ന ഗാനമാണ്. ഒരുപക്ഷെ നിശബ്ദതയിൽ ഇരുന്നു കൊണ്ട് നമ്മൾ ആ ഗാനം കേൾക്കുമ്പോൾ വലിയൊരു ദൈവീകമായ അനുഭൂതി പകരാൻ ആ ഗാനത്തിന് കഴിയും. ഭയങ്കര ഒരു ഫീലാണ് പാട്ട് കേൾക്കുമ്പോൾ. 1983 ഇറങ്ങിയ ഗാനം, അതിൻ്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് ഡോക്ടർ ജസ്റ്റിൻ പനക്കലാണ്. ആ ഗാനം നമുക്ക് പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പാടിത്തരാമോ? തീർച്ചയായിട്ടും. La la la
യേശുവേ ഉമ്മ വച്ചുമ്മ വച്ചുണർത്തിയ ആട്ടിടയർ ഉന്നതരേ, നിങ്ങൾ തൻ ഹൃത്തിൽ യേശുനാഥൻ പിറന്നു. ലലലാ 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 ലലാ ആഹാ 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 ഉള്ളിൽ തിരതല്ലും മോദത്തോടെത്തും പാരാകി പ്രേക്ഷകർ നിരനിരയായി. ഉള്ളിൽ തിരതല്ലും മോദത്തോടെത്തും പാരാകി പ്രേക്ഷകർ നിരനിരയായി. നാഥാധിനാഥനായി വാഴുമിന്നീശനായി ഉണർവോടേകും നിൻ ഉൾത്തടം ഞാൻ. ഉണർവോടേകും നിൻ ഉൾത്തടം ഞാൻ. പൈതലാ യേശുവേ ഉമ്മ വച്ചുമ്മ വച്ചുണർത്തിയ ആട്ടിടയർ ഉന്നതരേ, നിങ്ങൾ തൻ ഹൃത്തിൽ യേശുനാഥൻ പിറന്നു. ലലലാ 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 ലലാ ആഹാ 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 ഒരുപക്ഷെ അനശ്വരമായ ഗാനങ്ങൾ എന്നൊക്കെ പറയുന്നത് ഇങ്ങനെയുള്ള ഗാനങ്ങളാണ്. അതെ, നമ്മളെ വേറൊരു ലോകത്തേക്ക് കൊണ്ടുപോകുന്ന പോലത്തെ ഒരു ഫീലാണ് ഈ പാട്ട് ഓരോ പ്രാവശ്യം പാടുമ്പോഴും. ഇത്ര വർഷങ്ങൾക്ക് പുറത്തേക്ക് അതെ, ഫ്രഷ് ഇന്നും ഫ്രഷാണ് ആ പാട്ട്. അതെ, അത്ര മനോഹരമായിട്ടത് പാടി വച്ചിരിക്കുന്നു, ഭംഗിയായിട്ടത് കമ്പോസ് ചെയ്തിരിക്കുന്നു. സുന്ദരമായൊരു ഗാനം. ക്രിസ്തുമസ് കരോൾ ഗാനങ്ങളുടെ മറ്റൊരു പ്രത്യേകത, ചടുലമായ ഭാവങ്ങളുള്ള ഒത്തിരിയേറെ ഗാനങ്ങളുണ്ട് എന്നുള്ളതാണ്. അതെ, തീർച്ചയായിട്ടും. കരോൾ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ഡാൻസ് എന്നാണ്. ഒരു ലാറ്റിൻ വാക്കിൽ നിന്നാണ് അത് വരിക. ഡാൻസ് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ക്രിസ്മസ് കരോൾ ഗാനങ്ങൾ തീർച്ചയായും ചടുല ഭാവങ്ങൾ ഉണ്ടാകണം. ഡാൻസ് കളിക്കാനൊക്കെ ചേരുന്ന നല്ല താളമുള്ള ഡാൻസിന് ഗാനങ്ങൾ. പറ്റിയ പാട്ടുകളായിരിക്കും. ഓർക്കുന്നത് ചെറുപ്പകാലത്ത് ക്രിസ്മസ് കരോൾ ഇങ്ങനെ പോകുമ്പോൾ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പറയുകയാണ്. എൻ്റെ നാട് മലയാറ്റൂരടുത്ത് പാണ്ടുപാറ എന്ന് പറയുന്ന ഒരു ഗ്രാമമാണ്. ഒരു 60ഓളം വീട്ടുകാർ മാത്രമുള്ള ഒരു ചെറിയ ഗ്രാമമാണത്. 4 വശവും മലകൾ കൊണ്ട് ചുറ്റപ്പെട്ടിരിക്കുന്ന, ക്രിസ്മസ് കാലഘട്ടത്തിൽ നല്ല തണുപ്പുള്ള ഒരു നാടാണത്. അതുകൊണ്ട് കരോൾ ഇറങ്ങുമ്പോൾ ഡാൻസ് ചെയ്യാനൊക്കെ കുറച്ചും കൂടെ ആവേശം കൂടും. നല്ല തണുപ്പാണ്. അതുകൊണ്ട് ചെറുപ്പം മുതലുള്ള ഓർമ്മകളിൽ ഒരിക്കലും കെടാതെ നിൽക്കുന്ന ഒരു കഥാപാത്രം ഇന്നും ജീവിച്ചിരിക്കുന്ന പാപ്പേട്ടൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തെ ഓർക്കാനുള്ള കാരണം, ക്രിസ്മസ് കരോൾ ഗാനങ്ങൾക്ക് എന്നും നേതൃത്വം കൊടുക്കുന്നത്, യുവജനങ്ങൾക്ക് ഇന്നും നേതൃത്വം കൊടുക്കുന്നത് ആ ഇടവകയിൽ ഈ പാപ്പേട്ടൻ എന്ന് പറയുന്ന വ്യക്തിയാണ്. ഒരുപക്ഷെ ന്യൂജൻ ഗാനങ്ങളൊന്നും ആ നാട്ടിലേക്ക് സ്വീകരിക്കപ്പെട്ടിട്ടില്ല. അദ്ദേഹം പാടി പഠിപ്പിച്ച, അല്ലെങ്കിൽ കരോളിന് അദ്ദേഹത്തിൻ്റെ കൂടെ പോയപ്പോൾ ഞങ്ങളൊക്കെ പഠിച്ച ഒരു ഗാനം. ജോബിൻ, ആ ഗാനം ഏതാണ്ട് ഇതുപോലെയാണ്.
ടക് 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 ഒരു കുതിരവണ്ടി ഇങ്ങനെ മാർച്ച് ചെയ്തു പോകുന്ന പോലെയുള്ള ഒരു താളത്തിലാണ്. അതൊന്ന് പിടിച്ചു തരാമോ? അത്ഭുതം അത്ഭുതം അത്ഭുതമേ ബെത്ലേഹം ഗുഹ തന്നിലൊരു അത്ഭുതം അത്ഭുതം അത്ഭുതമേ ബെത്ലേഹം ഗുഹ തന്നിലൊരു അല്ലിൽ പാതിര നേരത്ത് പുല്ലിന്മേൽ ഒരു പൊന്നുണ്ണി അല്ലിൽ പാതിര നേരത്ത് പുല്ലിന്മേൽ ഒരു പൊന്നുണ്ണി ഹല്ലേലൂയ പാടാം ആനന്ദം കൊണ്ടാടാം ഹല്ലേലൂയ പാടാം ആനന്ദം കൊണ്ടാടാം ഹല്ലേലൂയ പാടാം ആനന്ദം കൊണ്ടാടാം ഹല്ലേലൂയ പാടാം ആനന്ദം കൊണ്ടാടാം. ഒരുപക്ഷെ നല്ല തണുപ്പുള്ള ആ സമയത്ത് ഇങ്ങനെ പാടുന്നത് ഡാൻസ് കളിക്കാൻ പറ്റുന്ന ഒരു രീതിയിലാണ് അദ്ദേഹം അത് പാടുക. നല്ല എനർജി എടുത്തിട്ടാണ്, ഭയങ്കര ഒരു മൂഡ് ക്രിയേറ്റ് നന്നായിട്ട് എനർജി എടുത്തിട്ടാണ് അദ്ദേഹം അത് പാടുക. ഒരു ഇന്ന് എനിക്ക് തോന്നുന്നു ഇന്നും അദ്ദേഹം അത് പാടുമ്പോൾ, ഈ 70 വയസ്സുകാരൻ അത് പാടുമ്പോൾ യുവജനങ്ങൾ അത് വലിയ ആഘോഷത്തോടെയും ആവേശത്തോടെയാണ് സ്വീകരിക്കുന്നത്. ഒരുപക്ഷെ ആ നാടിൻ്റെ ഒരു നന്മയായിട്ട് ഞാൻ കാണുന്ന ഒരു കാര്യം അതാണ്. പാപ്പേട്ടൻ ചടുലമായ ഗാനങ്ങൾ മാത്രമല്ല പാടാറ്. ഒരുപക്ഷെ ഉണ്ണിയെ ഇറക്കുക എന്ന ഒരു ചടങ്ങുണ്ട്. എന്ന് പറഞ്ഞാൽ ദേവാലയത്തിൽ ചെന്ന് ആൾത്താരുടെ മുമ്പിൽ ചെന്ന് നിൽക്കുമ്പോൾ വികാരിയച്ഛനാണ് ആ ഉണ്ണി രൂപം എടുത്ത് കയ്യിലേക്ക് തരിക. ആ സമയത്ത് വർഷങ്ങളായിട്ട് ആ ദേവാലയത്തിൽ മുഴങ്ങുന്ന ഒരു ലല്ലബി താരാട്ട് പാട്ടുണ്ട്. അതും പാപ്പേട്ടൻ തന്നെയാണ് പാടാറ്. പാപ്പേട്ടൻ തന്നെ എഴുതി, പാപ്പേട്ടൻ തന്നെ മ്യൂസിക് ചെയ്തു. പാപ്പേട്ടൻ എഴുതിയതാണ് എന്നെനിക്ക് തോന്നുന്നില്ല. കാരണം ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ചെറുപ്പത്തിൽ അദ്ദേഹത്തെ 10-70 വയസ്സുള്ള ആരോ പാടി പഠിപ്പിച്ചതാണ്. അപ്പൊ ഇത് തലമുറകളായിട്ട് ഇങ്ങനെ കൈമാറി വരുന്ന പാട്ടാണ്. തലമുറകളായിട്ട് കൈമാറി വരുന്ന അതിന്റെ ഒരു നന്മ ആ പാട്ടിനുണ്ട്. ശരിക്കും കേൾക്കുമ്പോൾ ഭയങ്കര രസമാണ്. തീർച്ചയായിട്ടും എനിക്ക് അങ്ങനെ തോന്നാനൊരു കാരണം, ഞാനത് പല സ്ഥലത്ത് സെർച്ച് ചെയ്ത് നോക്കി ഇതിന്റെ ഒരു ഒറിജിനൽ വേർഷൻ കിട്ടുമോ എന്നറിയാൻ വേണ്ടി. പക്ഷേ എഴുതിയത് ആരാണെന്നോ കമ്പോസ് ചെയ്ത ആരാണെന്നോ കൃത്യമായ വാക്കുകൾ ഏതൊക്കെയാണെന്നോ വരികൾ ഏതൊക്കെയാണെന്നോ ആർക്കും അറിഞ്ഞുകൂടാ. അങ്ങനെ ഒരു ഗാനം ഒരുപക്ഷെ ഈ നാടിന്റെ മാത്രമായിരിക്കും ആ പാട്ട്, ആ നാടിന്റെ സ്വന്തമായിരിക്കും ആ പാട്ട്. അങ്ങനെ ആവാനൊരു സാധ്യത കാണുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇന്നിപ്പോ ശാലോമിലൂടെ ഈ പാട്ട് പാടിയാൽ ഇനിയും വർഷങ്ങളോളം ആ പാട്ട് അറിയാത്തവരൊക്കെ ഇപ്പൊ അച്ഛൻ പാടുമ്പോ ആ പാട്ടുകൾ ഇനി മുമ്പോട്ട് പോകുമെന്ന് ഞാനും വിശ്വസിക്കുന്നു. ഒരിക്കൽ കൂടി പാപ്പേട്ടന് വേണ്ടി അദ്ദേഹം പാടി തന്നിരുന്ന ആ താരാട്ട് പാട്ട് അത് ഏതാണ്ട് ഇതുപോലെയാണ്. രാരീരം രാരീരം രാരൂ രാരി രാരീരം രാരീരം രാരൂ ഉണ്ണി മകനെ ഉറങ്ങ് എൻ്റെ ആരോമലുണ്ണി ഉറങ്ങ്. രാരീരം രാരീരം രാരോ രാരി രാരീരം രാരീരം രാരോ രാരീരം രാരീരം രാരോ രാരി രാരീരം രാരീരം രാരോ ഉണ്ണി മകനെ ഉറങ്ങ് എൻ്റെ പൊന്നിൻ കിടാവേ ഉറങ്ങ്. രാരീരം രാരീരം രാരോ രാരി രാരീരം രാരീരം രാരോ ഏറുന്ന ശീതം തണുപ്പാണമ്മ താരാട്ടുപാടി ഉറക്ക. രാരീരം രാരീരം രാരോ രാരി രാരീരം രാരീരം
ഉറങ്ങ്, അമ്മ താരാട്ടു പാടാം ഉറങ്ങ്. രാരീരം രാരീരം രാരോ, രാരീരാരീരം രാരീരം രാരോ. ഭൂവിൽ പ്രസാദത്തെ നൽകും ആരോമരുണ്ണി ഉറങ്ങ്. രാരീരം രാരീരം രാരോ, രാരീരാരീരം രാരീരം രാരോ. രാരീരം രാരീരം രാരോ. അമ്മ താരാട്ടു പാടാം ഉറങ്ങ്. പാപ്പേട്ടിന് വേണ്ടിയിട്ട് ഈ ഗാനം പാടുമ്പോൾ ഒരുപാട് സന്തോഷം എനിക്ക് തോന്നുന്നുണ്ട്. പാപ്പേട്ട, അപ്പച്ചൻ ഈ ഷോ കാണുന്നുണ്ടെങ്കിൽ ഇത് അപ്പച്ചന് വേണ്ടിയിട്ടാണ്. എൻ്റെയും പ്രത്യേക അന്വേഷണം പാപ്പേട്ടന്, ഇത്രയും നല്ല പാട്ടുകൾ ഞങ്ങൾക്ക് ഇവിടെ കൊണ്ട് തന്നതിന് താങ്ക് യു പാപ്പേട്ട. ഇത്രയും നേരം ഞാൻ എൻ്റെ കുട്ടിക്കാലത്തെ അനുഭവങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. തീർച്ചയായിട്ടും നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് സെലിൻ്റെ കുട്ടിക്കാലത്തെ ആ ക്രിസ്മസ് അനുഭവങ്ങൾ കേൾക്കാൻ താല്പര്യം ഉണ്ടാകുമല്ലോ. എന്തൊക്കെയാണ് പറയാനുള്ളത്? എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ ജനിച്ചതും വളർന്നതൊക്കെ കാസർഗോഡാണ്. അപ്പോൾ ഞങ്ങളൊരു ക്യാമ്പസിൻ്റെ ഉള്ളിലായിരുന്നു. അവിടെ എന്ന് പറഞ്ഞാൽ എൻ്റെ ഫാദർ ഒരു സെൻട്രൽ ഗവൺമെൻറ് എംപ്ലോയി ആയിരുന്നു. അപ്പോൾ അവിടെ എല്ലാ സ്റ്റേറ്റ്സിലും ഉള്ള ആൾക്കാരെല്ലാവരും കൂടെ താമസിക്കുന്ന ഒരു ക്യാമ്പസിൻ്റെ ഉള്ളിലായിരുന്നു ഞങ്ങളുടെ ജീവിതം ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ അവിടെ എന്ന് പറഞ്ഞാൽ എല്ലാ ജാതിയിലുള്ള ആൾക്കാരും എല്ലാ സ്റ്റേറ്റ്സിലുള്ളവരും എല്ലാവരും ഒരുമിച്ച് ആഘോഷിക്കുന്ന ഒരു എന്താ പറയുന്ന ഒരു നൈറ്റായിരുന്നു. ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ ഒരുമിച്ചായിരുന്നു രണ്ടും. അപ്പോൾ അതുകൊണ്ട് അത് ക്രിസ്മസും ന്യൂ ഇയറും എപ്പോഴും നടത്തുന്നത് ന്യൂ ഇയറിൻ്റെ ദിവസമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഞങ്ങൾ ആ ക്രിസ്മസ് വെക്കേഷൻ്റെ സമയത്ത് ഞങ്ങളുടെ അമ്മ വീട്ടിലേക്ക് പോകും. അമ്മ വീട്ടിലേക്ക് പോയി അവിടെ ഭയങ്കര രസം. ഇത് ഈ പറഞ്ഞ പോലെ നാട്ടിൻ പ്രദേശമാണ്. ആ സമയത്ത് മെയിനായിട്ട് ഇങ്ങനെ നല്ല ഡിഷസൊക്കെ ഉണ്ടാക്കി എല്ലാവരും കൂടെ ഒരുമിച്ച്, എൻ്റെ ചെറുപ്പത്തിലത്തെ കാര്യം ഞാൻ പറയണേ, എല്ലാവരും ആൻറ്റിമാരും എല്ലാവരും കൂടെ ചേർന്ന് പിടിയൊക്കെ ഉണ്ടാക്കുന്ന ഓർമ്മയൊക്കെ എനിക്കുണ്ട്. പിടി, കോഴിക്കറി, ഇതൊക്കെയാണ് വരുന്നത്. പിന്നെ അത് കഴിഞ്ഞ് കേക്ക് മുറിക്കും. എല്ലാ ബന്ധുക്കളൊക്കെ അടുത്തടുത്തുണ്ട് വീടുകൾ. അപ്പം ഒരു വീട്ടിൽ നിന്ന് കേക്ക് മുറിക്കും. അത് കഴിഞ്ഞ് എല്ലാവരും കൂടെ അടുത്ത വീട്ടിലേക്ക് പോകും. അത് കഴിഞ്ഞ് അവിടെ നിന്ന് കേക്ക് മുറിക്കും. അങ്ങനെ അന്നത്തെ ദിവസം ഫുള്ള് പിള്ളേർ ഭയങ്കര ഒരു ത്രില്ലാണ് ഞങ്ങൾക്ക് അവിടെ പോകുമ്പം, ക്രിസ്മസ് എന്ന് പറയുമ്പം. പിന്നെ അതുപോലെ തന്നെ രാത്രി നമ്മൾ ഉണ്ടാക്കി വെച്ച ആ ഒരു പുൽക്കൂട്, അത് ഉണ്ണീശോനൊക്കെ ആയിട്ട് ഇതുപോലെ കരോൾ വരും. അപ്പോൾ അത് വെയിറ്റ് ചെയ്തിരിക്കും. ചില സമയത്ത് ഉറങ്ങിപ്പോവും, എന്നാലും എണീക്കും. മുട്ടായി കിട്ടാനായിട്ട് നമ്മളൊക്കെ എണീറ്റിരിക്കും. വരുമ്പോൾ നമ്മൾ എണീക്കും. അങ്ങനെ ഭയങ്കര രസമായിരുന്നു. ക്രിസ്മസ് എന്ന് പറയുമ്പോൾ തന്നെ ഭയങ്കര ഒരു ചെറുപ്പം ഓർക്കുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണ്. പിന്നെ ഇതുപോലെ ന്യൂ ഇയറിൻ്റെ സമയത്ത് തിരിച്ച് 2 വട്ടം ക്രിസ്മസ് ഞങ്ങൾക്ക് ആഘോഷിക്കാം. ആദ്യം അമ്മ വീട്ടിൽ പോയി ആഘോഷിക്കും. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങളുടെ ക്യാമ്പസിൽ വന്ന് ക്രിസ്മസും ന്യൂ ഇയറും ഒരുമിച്ച് ആഘോഷിച്ച് അന്ന് എല്ലാവരും പാട്ടുകളും മത്സരങ്ങളും ഒക്കെ ഉണ്ട് അവിടെ. അതൊക്കെ കൂടി ഭയങ്കര രസമായിരുന്നു. ക്രിസ്മസ് എന്ന് പറയുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. ഇപ്പം പക്ഷെ അതൊക്കെ മിസ് ചെയ്യുന്നുണ്ട് ഒരുപാട്. ഇന്ന് സെലിനൊരു ഗായികയായിട്ട് അറിയപ്പെടുമ്പോൾ ഏറ്റവും ആദ്യമായിട്ട് പഠിച്ച ഒരു കരോൾ ഗാനം ഏതായിരിക്കും? എനിക്ക് തോന്നുന്നു ഞാൻ കരോൾ ഗാനം കുറേ പാട്ടുകളുണ്ട് ഡാൻസിന് പറ്റിയ, അങ്ങനെ ഫാസ്റ്റ് നമ്പേഴ്സ് ആയിട്ടുള്ള പാട്ടുകളൊക്കെ ചെറുപ്പത്തിൽ ഇങ്ങനെ കേട്ട് പഠിച്ചിട്ടുണ്ട്. അതല്ലാതെ ക്രിസ്മസിനായിട്ട് ഞാൻ പഠിച്ച ഒരു പാട്ടാണ് കാവൽ മാലാഖമാരെ കണ്ണടയ്ക്കരുത്. അതെ അതെ. അപ്പം ഞാനും അത് ചെറുപ്പത്തിൽ പഠിച്ച പാട്ടാണ്. ഞാനും എൻ്റെ മോക്കും ആദ്യമായിട്ട് പഠിപ്പിച്ചു കൊടുക്കുന്ന ക്രിസ്ത്യൻ സോങ് ഇതാണ്, കാവൽ മാലാഖമാരെ കണ്ണടയ്ക്കരുത്. AJ ജോസഫ് രചനയും സംഗീതവും നിർവഹിച്ച ഗാനമാണ് കാവൽ മാലാഖമാരെ. അതെ, നമുക്ക് ആ കാവൽ മാലാഖമാരെ എന്ന ഗാനത്തിന്റെ ഏതാനും വരികൾ ഒന്ന് കേൾക്കാം. തീർച്ചയായിട്ടും. കാവൽ
രാജരാജൻ മയങ്ങുന്നു, കാവൽ മാലാഖമാരേ, ഉണ്ണിയുറങ്ങ് ഉണ്ണിയുറങ്ങ് ഉണ്ണിയുറങ്ങുറങ്ങ്. കാവൽ മാലാഖമാരൊരിക്കലും കണ്ണടയ്ക്കാറില്ല. നമുക്ക് വേണ്ടി ഉണർന്നിരിക്കുന്ന കാവൽ മാലാഖമാരെ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. ക്രിസ്തുമസിൻ്റെ ഏറ്റവും വലിയൊരു സന്ദേശം നമ്മളിങ്ങനെ പാടിയല്ലോ, രാജരാജൻ മയങ്ങുന്നു. എവിടെയാണെന്ന് ചോദിച്ചാൽ പുൽക്കൂട്ടിലാണ് അവൻ മയങ്ങുന്നത്. രാജകീയമായ ഭാവങ്ങളൊന്നും നിലനിർത്താതെ രാജാക്കന്മാരുടെ രാജാവ് വന്നു പിറന്നു. എനിക്ക് തോന്നുക ഈ കാലഘട്ടത്തിൽ ക്രിസ്തുമസിൻ്റെ ഏറ്റവും നല്ലൊരു സന്ദേശം എന്ന് പറഞ്ഞാൽ ആ കുഞ്ഞ് ആരെയും ചെറുതാക്കിയില്ല എന്നുള്ളതാണ്. ആർക്ക് വേണമെങ്കിലും വന്ന് നിൽക്കാമായിരുന്നു. ചിന്തിച്ചു നോക്കി, ആട്ടിടയന്മാർ വന്ന് നിന്നു. ആരും അടുപ്പിക്കാത്തൊരു കൂട്ടരായിരുന്നു. അവർക്ക് വന്ന് നിൽക്കാൻ കഴിയുമായിരുന്നു. കാലികൾക്ക് മൃഗങ്ങൾക്ക് വരെ അവൻ്റെ അടുത്ത് വന്ന് നിൽക്കാൻ കഴിയുമായിരുന്നു. സത്രത്തിൽ അവന് ഇടം കിട്ടിയില്ല. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് പദ്ധതി ഒരുക്കിയാണ് ദൈവം ചെയ്യുന്നത്, അല്ലേ? അതുകൊണ്ട് പലപ്പോഴും നമ്മൾ ബൈബിളിൽ കാണാറുള്ളൊരു കാര്യം, അവൻ ഇത് പറഞ്ഞത് പ്രവാചകൻ വഴി അരുളി ചെയ്യപ്പെട്ടത് പൂർത്തിയാക്കാൻ വേണ്ടിയാണ്. അപ്പം എല്ലാ കാര്യങ്ങളും ദൈവമായ കർത്താവ് തൻ്റെ മകന് വേണ്ടി, ഈശോയ്ക്ക് വേണ്ടി കൃത്യമായിട്ട് പദ്ധതി ഒരുക്കിയിരുന്നു. അപ്പം എന്തുകൊണ്ടായിരിക്കും സത്രത്തിൽ ഒരിടം കൃത്യമായിട്ട് പദ്ധതി ഒരുക്കാതിരുന്നത്? അതായിരുന്നു എൻ്റെ ശരിയായ രീതി. എനിക്ക് തോന്നുന്നു അന്ന് സത്രത്തിൽ അവന് ഇടം കിട്ടിയിരുന്നെങ്കിൽ ഏതെങ്കിലും ഒരു കുടുംബം തണുപ്പിലേക്ക്, മഞ്ഞത്തേക്ക് ഇറങ്ങിപ്പോകേണ്ടി വന്നേനെ. അതുകൊണ്ട് അവൻ മഞ്ഞിലേക്ക് ഇറങ്ങിപ്പോയി. രാജരാജൻ എളിമയുടെ ആ ഒരു സന്ദേശമാണ് ശരിക്കും നമുക്ക് ക്രിസ്മസിലൂടെ തീർച്ചയായിട്ടും. രാജരാജൻ മയങ്ങിയത് പുൽക്കൂട്ടിൽ. ദൈവാനുഗ്രഹത്തിൻ്റെ ഒരു ക്രിസ്തുമസ്. ക്രിസ്തുമസിനെ കുറിച്ച് നല്ലൊരു സന്ദേശം നൽകുന്ന ഒരു ഗാനമാണ് ക്രിസ്തുമസ് രാവണഞ്ഞ നേരം പുൽക്കൂട്ടിൽ പ്രഭാതമായി. ഒരുപക്ഷെ ക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ച് വിചിന്തനം ചെയ്ത് എഴുതപ്പെട്ട മനോഹരമായ വരികളാണ് ആ ഗാനത്തിൻ്റെ പ്രത്യേകത. ആ ഗാനം പ്രേക്ഷകർക്ക് വേണ്ടി സെലിൻ ഒന്ന് പാടാമോ? തീർച്ചയായിട്ടും. ക്രിസ്മസ് രാവണഞ്ഞ നേരം പുൽക്കൂട്ടിൽ പ്രഭാതമായി, ദൈവത്തിൻ സുതൻ പിറന്നു ലോകത്തിൻ പ്രതീക്ഷയായി. വാനിൽ വരവേൽപ്പിൽ ശുഭഗീതം ശാന്തിയേകി, പാരിൽ ഗുരുനാഥൻ മനതാരിൽ ജാതനായി. വാത്സല്യമൂലും പൊൻപൈതലായി ഹോ ആത്മീയ ജീവൻ നൽകുന്നിതാ. വാനിൽ വരവേൽപ്പിൻ ശുഭഗീതം ശാന്തിയേകി, പാരിൽ ഗുരുനാഥൻ മനതാരിൽ ജാതനായി. വാത്സല്യമൂലും പൊൻപൈതലായി ഹോ ആത്മീയ ജീവൻ നൽകുന്നിതാ. ക്രിസ്മസ് രാവണഞ്ഞ നേരം പുൽക്കൂട്ടിൽ പ്രഭാതമായി, ദൈവത്തിൻ സുതൻ പിറന്നു ലോകത്തിൻ പ്രതീക്ഷയായി. ലല്ലല്ലാ 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 ലല്ലല്ലാ. അത് വളരെ മനോഹരമായിട്ട് തന്നെ സെലിൻ പാടി. ക്രിസ്തുമസിൻ്റെ ഏറ്റവും വലിയ സന്ദേശം എന്നുള്ളത് നീ ക്രിസ്തു ആവുക എന്നുള്ളതാണ്. നമ്മൾ ക്രിസ്തുമസ് ആഘോഷിക്കുന്നു, ഒത്തിരിയേറെ
ആഘോഷങ്ങളിൽ പങ്കുചേരുന്നു. പക്ഷെ അനർത്ഥമാകണമെങ്കിൽ നമ്മൾ ക്രിസ്തുവായിട്ട് മാറണം. അപ്പോൾ ക്രിസ്മസിൻ്റെ സന്ദേശം ഇതാണ്, ക്രിസ്തുവായിട്ട് മാറുക. ഒത്തിരിയേറെ പേർക്ക് എല്ലാവർക്കും ശാലോം കുടുംബത്തിൽ നിന്ന് ക്രിസ്മസിൻ്റെയും പുതുവത്സരത്തിൻ്റെയും ആശംസകൾ. ക്രിസ്മസ് രാവണഞ്ഞ നേരം പുൽക്കൂട്ടിൽ പ്രഭാതമായി ദൈവത്തിൻ സുതൻ പിറന്നു.